ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് ഇനി ലോകത്തെ വിറപ്പിക്കാൻ പോകുന്നത്. വൻ ശക്തികൾ ലക്ഷ്യം വെച്ച ആ തണുത്തുറഞ്ഞ ലോകത്തിന് വേണ്ടിയുള്ള പടയൊരുക്കം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഭൂപടത്തിന്റെ ഏറ്റവും മുകളിലേക്ക് നോക്കുക. നിശബ്ദവും നിഗൂഢവുമായി ഉറങ്ങിക്കിടക്കുന്ന -ഡിഗ്രി തണുപ്പിൽ മരവിച്ചു പോയ ഒരു പ്രദേശം കാണാം. ആർട്ടിക് പ്രതിഭാസം അഥവാ വടക്കൻ ധ്രുവം. നൂറ്റാണ്ടുകളായി മനുഷ്യന് അപ്രാപ്യമായ വെറും മഞ്ഞുപാളികൾ മാത്രമുള്ള ഒരു ശൂന്യമായ പ്രദേശമായിട്ടാണ് നമ്മൾ ഇതിനെ കരുതി പോന്നത്. എന്നാൽ ഇന്ന് ആ മഞ്ഞുപാളികൾക്കടിയിൽ ആരും അറിയാത്ത ഒരു വൻ യുദ്ധം പുകയുന്നുണ്ട്. ഒരുപക്ഷെ വരാനിരിക്കുന്ന ലോകമഹായുധത്തിന്റെ വിത്ത് പാകുന്നത് ഈ മഞ്ഞു ഭൂമിയിലായിരിക്കാം. ആഗോള താപനം മൂലം ഭൂമി ചൂട് പിടിക്കുമ്പോൾ വടക്കൻ ധ്രുവത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഞ്ഞുപാളികൾ അതിവേഗം ഉരുകി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ലോകം മുഴുവൻ ഇതിനെ പരിസ്ഥിതി നാശമായി കണ്ട് ആശങ്കപ്പെടുമ്പോൾ ലോകത്തെ വൻ ശക്തികളായ റഷ്യയും അമേരിക്കയും ചൈനയും ഇതിനെ കാണുന്നത് മറ്റൊന്നായിട്ടാണ്. അവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. മഞ്ഞുരുകി മാറുമ്പോൾ അവിടെ തെളിയുന്നത് ലോകത്തിന്റെ വിധി മാറ്റി എഴുതാൻ പോന്ന കോടിക്കണക്കിന് രൂപയുടെ എണ്ണച്ചതുപ്പുകളും ആഗോള വ്യാപാരത്തിന്റെ ദൂരം പകുതിയായി കുറയ്ക്കുന്ന പുതിയ കപ്പൽ പാതകളുമാണ്. പ്രകൃതി ദുരന്തത്തെ പോലും ഭൗമരാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ വൻ ശക്തികൾ നടത്തുന്ന ഈ നിശബ്ദ യുദ്ധത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇത് പൂർണ്ണമായി അറിയാൻ വീഡിയോ എന്തായാലും കാണുക. ചരിത്രപരമായി നോക്കിയാൽ അന്റാർട്ടിക്കയെ പോലെ ആർട്ടിക് ഒരു ഭൂഖണ്ഡമല്ല, മറിച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സമുദ്രമാണത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി ഒരു രാജ്യ അതിർത്തിയോ ഒരൊറ്റ അവകാശമോ ഇല്ല എന്നതാണ് സത്യം. കാനഡ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐലൻഡ്, നോർവേ, റഷ്യ, സ്വീഡൻ, അമേരിക്ക എന്നിവരടങ്ങുന്ന ആർട്ടിക് കൗൺസിലാണ് ഈ മേഖലയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത്. ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തങ്ങളുടെ ആണവ അന്തർവാഹിനികൾ പരസ്പരം ഒളിപ്പിച്ച് കടത്താൻ ഉപയോഗിച്ചിരുന്ന അതീവ രഹസ്യ മേഖലയായിരുന്നു ഇത്. എന്നാൽ അന്നൊക്കെ കട്ടിയുള്ള മഞ്ഞുപാളികൾ കാരണം ഇവിടെ കാര്യമായ ഖനനമോ കപ്പൽ ഗതാഗതമോ സാധ്യമായിരുന്നില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സ്ഥിതിയൊക്കെ മാറി. ആഗോളതാപനം ആർട്ടിക്കിലെ മഞ്ഞിന്റെ അളവ് വൻതോതിൽ കുറച്ചു. ഇതോടെ ശാസ്ത്രജ്ഞരും ഭൗമശാസ്ത്രജ്ഞരും നടത്തിയ പഠനങ്ങളിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത്. ലോകത്ത് ഇനിയും കണ്ടെത്താത്ത പ്രകൃതിവാതകത്തിന്റെ 30%, എണ്ണശേഖരത്തിന്റെ 13% കിടക്കുന്നത് ഈ ആർട്ടിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിന് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നത്. ഇതിന്റെ മൂല്യം കണക്കാക്കിയാൽ അത് 100 കണക്കിന് ട്രില്യൺ ഡോളർ വരും. ഈ വൻ നിധിശേഖരം തന്നെയാണ് ഇപ്പോൾ വൻ ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ നിശബ്ദ യുദ്ധത്തിൽ നിലവിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് റഷ്യ എന്ന മഹാരാജ്യമാണ്. ആർട്ടിക് സമുദ്രവുമായി ഏറ്റവും നീളമേറിയ തീരപ്രദേശമുള്ള രാജ്യം റഷ്യയാണ് എന്നത് അവർക്ക് വലിയൊരു ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകം നൽകുന്നുണ്ട്. തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിനായി റഷ്യ ആർട്ടിക്കിലെ മഞ്ഞുമലകളിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഉപേക്ഷിക്കപ്പെട്ട പഴയ സൈനിക താവളങ്ങളും എയർഫീൽഡുകളും വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ റഷ്യ അത്യാധുനിക സംവിധാനങ്ങളോടെ പുനരുജ്ജീവിപ്പിച്ചു. ഇതിലും ഭീകരമായത് കട്ടിയുള്ള മഞ്ഞുപാളികളെ തകർത്ത് മുന്നേറാൻ ശേഷിയുള്ള ന്യൂക്ലിയർ പവർഡ് ഐസ് ബ്രേക്കർ കപ്പലുകൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് റഷ്യക്കാണ് എന്ന വസ്തുതയാണ്. അമേരിക്കയ്ക്ക് ഇത്തരം 1-2 കപ്പലുകൾ മാത്രമുള്ളപ്പോൾ റഷ്യക്ക് 40-ലധികം ഐസ് ബ്രേക്കറുകൾ ഉണ്ട്. വടക്കൻ ധ്രുവത്തിൽ തങ്ങളുടെ പതാക നാട്ടിക്കൊണ്ട് ഈ പ്രദേശം തങ്ങളുടെ മാത്രമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സൈനിക സജ്ജീകരണങ്ങളും റഷ്യ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. എണ്ണയും വാതകവും മാത്രമല്ല, ആർട്ടിക് ഉരുകുമ്പോൾ തുറക്കപ്പെടുന്ന നോർത്തേൺ സീ റൂട്ട് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. നിലവിൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കപ്പലുകൾ വൻതോതിൽ പണം നൽകി സൂയസ് കനാൽ വഴിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആർട്ടിക്കിലെ മഞ്ഞുരുകിയാൽ രൂപപ്പെടുന്ന പുതിയ പാതയിലൂടെ സഞ്ചരിച്ചാൽ ചൈനയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ദൂരം ഏതാണ്ട് 40% കുറയാൻ പോകുന്നത്. ഇത് കോടിക്കണക്കിന് ഡോളറിന്റെ ഇന്ധന ലാഭവും സമയ ലാഭവുമാണ് കമ്പനികൾക്ക് നൽകുന്നത്. ഈ പാത പൂർണ്ണമായും കടന്നു പോകുന്നത് റഷ്യയുടെ തീരക്കടലിലൂടെയുമാണ്. അതായത് ഭാവിയിൽ ലോക വ്യാപാരത്തിന്റെ നിയന്ത്രണവും അതിൽ നിന്നുള്ള ഭീമമായ നികുതി പണവും റഷ്യയുടെ കൈകളിലേക്ക് എത്തുമെന്ന് സാരം. സൂയസ് കനാലിലോ പനാമ കനാലിലോ ഉണ്ടാകുന്നത് പോലെയുള്ള തടസ്സങ്ങൾ ബാധിക്കാത്ത ഒരു ബദൽ പാതയായി റഷ്യ ഇതിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ആർട്ടിക് മേഖല എന്ന് പറയുന്നത് റഷ്യയുടെ തന്ത്രപ്രധാന മേഖല തന്നെയാണ്. വർഷങ്ങളായി റഷ്യ ഇതിനു വേണ്ടിയിട്ടുള്ള പടക്കോപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടും ശൈത്യത്തിൽ പോലും യുദ്ധം ചെയ്യാനും പടയാളികളെ കൃത്യമായിട്ട് വിന്യസിക്കാനും കഴിയുന്ന ഒരു രാജ്യം ഇന്ന് റഷ്യ തന്നെയാണ്. റഷ്യയുടെ ഭൗമശാസ്ത്രീയപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഗ്രീൻലാൻഡ് പോലും അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് ഈ ഒരു മേഖലയും. ഈ മേഖല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് ഡോളറിന്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു മേഖലയാണ്. എണ്ണയും അതുപോലെ തന്നെ കപ്പൽ പാതകളും
തുറക്കാൻ കഴിയുന്ന ഈ മേഖല അങ്ങനെ എളുപ്പം വിട്ടുകൊടുക്കാൻ അമേരിക്കയും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്നത് റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പോരാട്ടവും മറ്റേ ഭാഗത്ത്, അതായത് മറുഭാഗത്ത് പ്രതിരോധിക്കാൻ നിൽക്കുന്ന അമേരിക്കയുമാണ്. അമേരിക്ക എന്ന് പറയുന്നത് ഒറ്റ രാജ്യമായിരിക്കില്ല. അമേരിക്കയുടെ കൂട്ടുകക്ഷികൾ ഉണ്ടാവും, നാറ്റോ രാജ്യങ്ങൾ ഉണ്ടാകും, അതുപോലെ ഇസ്രായേൽ ഉണ്ടാവും. പല രാജ്യങ്ങളും അണിനിരക്കുന്ന ഒരു സഖ്യം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല തന്നെയാണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതാപനം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കടലില് അളവില് വെള്ളം കൂടുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രകൃതി പ്രതിഭാസങ്ങളെ കൂടി നമ്മൾ പണമാക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ വൻ തോതിലുള്ള ബിസിനസ് ആക്കുന്ന ഒരു കാഴ്ചയാണ് ഇനിയുള്ള നാളുകളിൽ നമ്മൾ ദൃക്സാക്ഷിയാവുക എന്നതാണ് പറയാനുള്ളത്. റഷ്യ മുൻകൂട്ടി കണ്ട് ചില കരുനീക്കങ്ങൾ നടത്തുകയാണല്ലോ. ഈ മുന്നേറ്റം അമേരിക്കയും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള നാറ്റോ രാജ്യങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത്രയും കാലം പസഫിക് മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക്കിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അമേരിക്ക വടക്കൻ അതിർത്തിയിലൂടെ റഷ്യ തങ്ങളെ വളയുകയാണെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അലാസ്ക വഴി മാത്രമാണ് അമേരിക്കയ്ക്ക് ആർട്ടിക്കിലേക്ക് പ്രവേശനമുള്ളത്. റഷ്യയുടെ സൈനികവൽക്കരണത്തെ പ്രതിരോധിക്കാൻ അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ നാവികസേനയെ വടക്കൻ ധ്രുവത്തിലേക്ക് വൻതോതിൽ അയക്കാനും തുടങ്ങിയിട്ടുണ്ട്. കാനഡയും നോർവേയും ഡെൻമാർക്കും ഉൾപ്പെടുന്ന നാറ്റോ സഖ്യം ഈ മേഖലയിൽ തുടർച്ചയായി സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ആർട്ടിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഭൂഖണ്ഡാന്തര ഷെൽഫുകൾ തങ്ങളുടേതാണെന്ന് കാണിച്ച് UN-ൽ നിയമ പോരാട്ടങ്ങളും നടക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ആർട്ടിക്കിൽ റഷ്യക്ക് മേധാവിത്വം ലഭിച്ചാൽ അത് തങ്ങളുടെ ആഗോള സാമ്രാജ്യത്തെ ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരവുമായിരിക്കും. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ചൈനയാണ്. അതായത് ഭൂമിശാസ്ത്രപരമായി ചൈന ഒരു ആർട്ടിക് രാജ്യമല്ല. വടക്കൻ ധ്രുവത്തിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണ് ചൈനയുടെ സ്ഥാനം കിടക്കുന്നത്. എങ്കിലും ചൈന സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളൊരു അടുത്ത ആർട്ടിക് രാജ്യമാണ് എന്നാണ്, അതായത് നിയർ ആർട്ടിക് സ്റ്റേറ്റ് ആണെന്ന്. ചൈനയുടെ വിഖ്യാതമായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി അവർ പോളാർ സിൽക്ക് റോഡ് എന്നൊരു പദ്ധതിക്ക് രൂപവും നൽകിയിട്ടുണ്ട്. റഷ്യയുമായി കൈകോർത്തുകൊണ്ട് ആർട്ടിക്കിലെ എണ്ണവാതക ഖനനങ്ങളിൽ ചൈന വൻതോതിൽ പണം നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുടെ പക്കൽ സാങ്കേതിക വിദ്യയും ഭൂമിയും ഉണ്ട് എങ്കിൽ അത് ചൂഷണം ചെയ്യാനുള്ള വൻ തുക നൽകുന്നത് ചൈന തന്നെയാണ്. അതായത് വലിയ സാമ്പത്തിക ശക്തിയാണല്ലോ നിലവിൽ ചൈന. ഭാവിയിൽ ഈ കടലിടുക്കിൽ അമേരിക്ക തങ്ങളെ ഉപരോധിച്ചാൽ അതിനെ മറികടക്കാൻ ആർട്ടിക്കിലെ പുതിയ കപ്പൽ പാത ഉപയോഗിക്കണമെന്നാണ് ചൈനയുടെ തന്ത്രം. റഷ്യ ചൈന അച്ചുതണ്ട് ആർട്ടിക്കിൽ ശക്തമാകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യവുമാണ്. കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഉത്തര ധ്രുവം എന്നത് മനുഷ്യർക്ക് അപ്രാപ്യമായ ഒരു വെള്ളക്കടലായിരുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇന്ന് ഭൂമിയുടെ മറ്റ് ഭാഗങ്ങളേക്കാൾ 4 ഇരട്ടി വേഗത്തിലാണ് ആർട്ടിക് മേഖല ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. പണ്ട് വർഷം മുഴുവൻ ഉറച്ചു കിടന്നിരുന്ന മഞ്ഞുപാളികൾ ഇന്ന് വേനൽക്കാലത്ത് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരിക്കുകയാണ്. മെല്ലെ മെല്ലെ മഞ്ഞുരുകുന്നു. ഇത് വെറും ഒരു മഞ്ഞുരുകൽ മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക സൈനിക ഭൂപടത്തിന്റെ ഒരു ഉടച്ചു വാർക്കൽ തന്നെയാണ്. വൻ ശക്തികൾ ഇവിടെ കണ്ണുവെക്കാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇനിയും ഖനനം ചെയ്തെടുക്കാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ശേഖരമാണ്. രണ്ടാമത്തെ കാര്യം, ആഗോള കപ്പൽ ഗതാഗതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പാതകൾ ഇവിടെ പ്രത്യക്ഷപ്പെടും എന്ന കാര്യമാണ്. ഉത്തര ധ്രുവം എന്നത് ഇനി വെറും ഒരു മഞ്ഞുഭൂമി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് വൻ ശക്തികളുടെ അധികാര കൊതിയുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെയും പുതിയ യുദ്ധക്കളമാവുകയാണ്. പ്രകൃതി അതിന്റെ നാശത്തിലേക്ക് നീങ്ങുമ്പോൾ ആ നാശത്തിൽ നിന്നും എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ക്രൂരമായ തന്ത്രങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇനിയുള്ള കാലം നമ്മൾ ഉത്തര ധ്രുവത്തിൽ കാണാൻ പോകുന്നത്. മഞ്ഞുരുകി തീരുന്നതോടെ ലോകത്തിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപടം തകിടം മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ആര് ജയിക്കും, ആരാധിപത്യം സ്ഥാപിക്കുമെന്നത് വരും ദശകങ്ങളിൽ ലോകക്രമത്തെ തന്നെയാണ് നിശ്ചയിക്കാൻ പോകുന്നത്. പ്രകൃതിയുടെ ഈ മാറ്റവും വൻ ശക്തികളുടെ ഈ നിശബ്ദ യുദ്ധവും എങ്ങോട്ടാണ് ചെന്നെത്തുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഒപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യണമെന്നാണെങ്കിൽ അതുകൂടി കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്.